എന്റെ പൊന്നു കുഞ്ഞ്, ഞാൻ ചെന്ന് നോക്കുമ്പോഴേ പുറത്ത് അലച്ചേട്ടി കിടക്കുകയല്ലേ. ആദ്യം ഞാൻ വിചാരിച്ചു ഉറങ്ങുകയാണെന്ന്. സാധാരണക്കാരും ഇവിടെ പുറത്ത് നിന്ന് ഉറങ്ങാറില്ലല്ലോ. പിന്നെ എഴുത്തുകാരും സിനിമാ സംവിധായകരും എന്നൊക്കെ പറയുമ്പോ ഒരു 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 ഒരുമാതിരി വട്ടുകേസാണല്ലോ. പിന്നെ ഞാൻ ഓർത്ത് വല്ല മൂടോ മറ്റോ വരാൻ വേണ്ടി പുറത്ത് നിന്ന് കിടക്കുകയാണെന്ന്. കുഞ്ഞേതേ, ഞാൻ ചെന്ന് തൊട്ട് നോക്കുമ്പോഴേ ഇങ്ങോട്ട് നോക്കിയേ, തീ പോലെ പൊള്ളുന്നു. ഷോ, ഒരു കാറ്റ് ദേ ഇതിലേ വന്നിട്ട് എന്റെ ദേ ഇതിലേ അങ്ങ് പോയി. അഞ്ചരക്കട്ടയ്ക്ക് നീലാംബരി വേണം വെള്ളി വീഴുമല്ലോ, അപ്പുണ്ടാവുന്ന ഒരു ഒരു അതുപോലെ ഒരു ഇതിലേ. പഞ്ചസാര എവിടെ വെച്ചിരിക്കുന്നത്? പഞ്ചസാര എന്നാ ഇത് ഉപ്പാ. പഞ്ചസാര എവിടെ? ഉപ്പാണല്ലേ, അപ്പൊ പഞ്ചസാര അലമാരി കാണും. പഞ്ചസാര നീല. ഉച്ചയ്ക്കിന്ന് ചാപ്പാടില്ല. ദേ ഇതേ ഉള്ളൂ. എന്നോടൊന്നും തോന്നരുത് കേട്ടോ, ഡോക്ടറുടെ സ്ട്രിക്റ്റ് ഓർഡറാ. എന്താ, തണുക്കുന്നുണ്ടോ? ഇല്ല. പനിയൊക്കെ പോയല്ലോ. ശ്യാമ പോയിക്കോളൂ, അപ്പുകൂട്ടുണ്ടല്ലോ ഇവിടെ. ഈ ബുദ്ധിമുട്ട് ഞാൻ അങ്ങ് സഹിച്ചു. പാല് കുടിക്കാൻ. നീ വിശ്വന്റെ അടുത്ത് കയറിയോ? ഇല്ല, നല്ല വിശപ്പ്. ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. വിശ്വൻ എങ്ങനെയുണ്ട്? ബോധം വീണേ പിന്നെയാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. പാവം നല്ല ക്ഷീണമുണ്ട്. അങ്ങേരെന്തിനു ഈ തണുപ്പത്ത് പുറത്തു പോയി കിടക്കാൻ പോയത്? ആവോ, ചോദിച്ചിട്ട് അവൻ ആ കാര്യം ഒരു ഓർമ്മയില്ല. ശ്യാമയോടെ? അവളോട് ഞാനിവിടെ നിന്നോളാൻ പറഞ്ഞു. ആ അപ്പുക്കുട്ടിനെ കൊണ്ട് എന്തോ ആവാനാ. വൈകിട്ട് ഞാൻ അമ്പലത്തിൽ പോകുമ്പോ കൂട്ടിക്കോട്ട് വരാമല്ലോ. എടാ, നീ ആ തോമസ് ജോണിനെ വിളിച്ചിട്ട് പേടിക്കാനൊന്നുമില്ല, ഓടി ഇങ്ങോട്ട് വരികയൊന്നും വേണ്ടെന്ന് പറയണം. അയാളെ അറിയിക്കേണ്ട ഒരു ചുമതലയുണ്ടല്ലോ നമുക്ക്. ഇപ്പഴെങ്ങനെയുണ്ട് മോളെ? നല്ല കുറവുണ്ട്. ഇതെന്താമേ, കഞ്ഞിയാണോ? വിശ്വൻ ഉറങ്ങുക? അല്ല, വെറുതെ കിടക്കുക. അപ്പൂട്ട് ആ വീക്കിലും കണ്ണടിങ്ങട്. അമ്മ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും. അതെ, വിശ്വന്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിച്ചിട്ടുണ്ട്. വേഗം സുഖമാകും. ഇതെന്താ? ഇത്ര കഞ്ഞിയാ. ഇതൊക്കെ എന്തിനാ അവിടെ നിന്ന് കൊണ്ടുവരുന്നത്? അപ്പുക്കുട്ടനില്ലേ ഇവിടെ? അതെ. ആര്? യവനോ? യവൻ ചോറുണ്ടാക്കിയാൽ തന്നെ കഞ്ഞിയാ. അപ്പൊ പിന്നെ കഞ്ഞി ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും? കഞ്ഞിയുടെ കാര്യത്തിൽ മാത്രമല്ല കൊച്ചമ്മേ, സംഗീതത്തിന്റെ കാര്യത്തിലും ഞാൻ അങ്ങനെ തന്നെയാ. ഈ മോഹനം പാടിക്കൊണ്ടിരിക്കുമ്പോ ഗാന്ധാരം ഇടയ്ക്ക് കയറി വന്നാൽ അത് കല്യാണിയായിട്ട് മാറും. ഈ മോഹനത്തിന്റെ ആരോഹണം എന്ന് പറയുന്നത് സരിഗ പദ സാദാ പഗരി സാ. അപ്പുക്കുട്ടാ, എന്തോ അപ്പൊ ഞങ്ങള് വരട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. നമുക്ക് പോകാം മോളെ. സർ, ഞാൻ പോട്ടെ. അധിക നേരം ഉറക്കളയ്ക്കാതെ നേരത്തെ കിടക്കണം. ഹലോ, ഞാനാ ശ്യാമ. കഞ്ഞി കുടിച്ചോ?
ആ കറിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലേ? ആകെ ഒരു ചമ്മന്തിയും പപ്പടവും. ആ, വൈകിട്ട് കഴിക്കാനുള്ള മരുന്ന് കഴിച്ചോ? ഉം. എന്ത് ചോദിച്ചാലും ഒരു മൂളല്. എന്ത് പറ്റി സാറിന്? ഒന്നുമില്ല, ഞാൻ വേറെന്തോ ആലോചിച്ചിരുന്നു പോയത്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇല്ല. പിണക്കൊന്നുമില്ലല്ലോ? ഇല്ല. ഞാനങ്ങ് പേടിച്ചിരിക്കായിരുന്നു. ആ, നല്ല തണുപ്പുണ്ട്. രാത്രി പുറത്തെങ്ങും പോയി കിടന്നുകളയല്ലേ? ഇല്ല. ഗുഡ് നൈറ്റ്. വേണ്ട, ഞാൻ ശല്യപ്പെടുത്താൻ വന്നതല്ല. ശ്യാമയെ, ഞാൻ ശ്യാമയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. എനിക്കറിയാം ഞാനൊരു മണ്ടിയാണെന്ന്. ഞാൻ അടുത്ത് വരുംതോറും വിശ്വട്ടം കൂടുതൽ കൂടുതൽ അകന്നു പോവുകയാണ്. കുറെ ദിവസങ്ങളായി ഞാനത് ശ്രദ്ധിക്കുന്നു. ഞാനൊരു ശല്യമായി തോന്നിയെങ്കിൽ അത് എന്നോട് തന്നെ പറയാമായിരുന്നു. വെറുതെ ചന്ദ്രേട്ടനോട്. ശ്യാമ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ചന്ദ്രനോടൊന്നും പറഞ്ഞിട്ടില്ല. നീ എനിക്കൊരു ശല്യമാണെന്നല്ലേ? ഞാൻ അരുതെന്ന് വിചാരിച്ചിട്ടും നീ കൂടുതൽ കൂടുതൽ അടുത്തു വരികയാണെന്ന് ഞാൻ ഒരാളോടെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അത് ചന്ദ്രനോടല്ല, എന്നോട് തന്നെയാണ്, എന്റെ സ്വന്തം മനസാക്ഷിയോട്. നിന്നെ ഒന്ന് വെറുക്കാൻ എത്ര ദിവസമായി ഞാൻ ശ്രമിക്കുന്നു എന്നറിയാം. എനിക്കതിന് കഴിയുന്നില്ല. ശ്യാമേ, പ്ലീസ്, ഇനി നീ എന്നെ കാണാൻ വരരുത്. ഞാൻ ആരാണെന്നറിഞ്ഞാൽ നീ എന്നെ വെറുക്കും. നീ എന്നല്ല, ലോകത്തിൽ ഒരു സ്ത്രീക്കും അത് സഹിക്കാൻ കഴിയില്ല. ശ്യാമ, പ്ലീസ്, ശ്യാമ പൊയ്ക്കോളൂ. നീ എന്നെ വെറുക്കുന്നത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. Because you love me. എന്നോട് പോകാൻ പറയരുത്. എന്നോട് പോകാൻ പറയരുത്. ശ്യാമേ, it is so cheap. What?
എന്താണ് ഈ കാണിക്കുന്നത്? പലതവണ നിങ്ങൾ രണ്ടുപേരോട് ഞാൻ പറഞ്ഞതാണ് ഇവിടെ ഇങ്ങനെ അവന്റെ കൂടെ അഴിഞ്ഞാടാൻ വിടരുതെന്ന്. അച്ഛനും ഒക്കെ ഒരു ടൈം പാസ് ഉണ്ടാക്കി കൊടുത്തതല്ലേ. അഴിഞ്ഞാടാൻ നല്ല സൗകര്യം. മറ്റൊരു ഫ്രണ്ട് വിശ്വനാഥൻ. കാര്യം എന്താണെന്ന് പറയടാ. ഇവളോട് തന്നെ ചോദിക്ക്. മരിച്ചുപോയ കാമുകന്റെ സ്മരണകളുമായി നടക്കുന്ന ദുഃഖപുത്രി. സാർ, നല്ല മഞ്ഞുണ്ട് സാർ. ഇനിയും പനി വന്നാലോ? താമ്പിക്കോ. സാറേ, അത് പോകാനല്ലേ പറഞ്ഞത്? നീ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവളുടെ മനസ്സ്, അവൾക്കിത് ഇഷ്ടമാണെങ്കിലോ? അവൾക്ക് 10-20 വയസ്സായില്ലേ മോനെ. നമ്മൾ എന്തുമാത്രം വിവാഹങ്ങൾ ആലോചിച്ചു. എന്തിനെങ്കിലും അവള് സമ്മതിച്ചിട്ടുണ്ടോ? അവളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് ഇതാണെങ്കിൽ. അവൾ ഉറങ്ങിയോ? ഇല്ല, അതേ കിടപ്പ് കിടക്കുക. ആഹാരമാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല. നേരം വെളുത്തിട്ട് അവളോടൊന്ന് ചോദിക്കാം. നേരം കുറേയായി, നീയും പോയി കിടന്നുറങ്ങിക്കോ.